ശ്രീത്ത്, ഇതിപ്പോ ഇരുവരും തമ്മിലുള്ള ഏതെങ്കിലും തരത്തിലുള്ള ചർച്ച, അനുനയ ശ്രമങ്ങൾ എല്ലാം ഏതാണ്ട് തീരുന്നു, അൻവറിന്റെ വഴിക്കും യു ഡി എഫിന്റെ വഴിക്കും എന്ന് പറയാറായോ പി വി അൻവറിന്റെ ഈ ദിവസത്തെ വാക്കുകൾ കേൾക്കുമ്പോഴും? ശ്രീത്ത്, ഹാഷ്മി, ഒരു രാഷ്ട്രീയ നേതാവിൽ നിന്ന് ഒരിക്കലും ഉണ്ടാകാൻ പാടില്ലാത്ത, അല്ലെങ്കിൽ ഒരു മുന്നണി പ്രവേശം കാത്തിരിക്കുന്ന ഒരു നേതാവിൽ നിന്ന് ഉണ്ടാകാൻ പാടില്ലാത്ത തരത്തിലുള്ള രാഷ്ട്രീയ പ്രതികരണങ്ങളാണ് പി വി അൻവറിൽ നിന്ന് ഉണ്ടാകുന്നത്. എന്നാൽ ഇക്കാര്യത്തിൽ യു ഡി എഫ് പി വി അൻവറിന്റെ മുന്നിൽ പൂർണ്ണമായും വാതിലടച്ചോ എന്ന് പറയാൻ കഴിയില്ല. കാരണം ഒരു തെരഞ്ഞെടുപ്പിന്റെ വാതിൽക്കലാണ് നിൽക്കുന്നത്. തെരഞ്ഞെടുപ്പിന്റെ തീയതി പ്രഖ്യാപിച്ചു കഴിഞ്ഞു, നോമിനേഷൻ തീയതി ആയി കഴിഞ്ഞിരിക്കുന്നു. അതുകൊണ്ട് തന്നെ പി വി അൻവറിനെ അനുനയിപ്പിക്കാനും അദ്ദേഹത്തെ കൂടെ നിർത്താനുമുള്ള ഇടപെടലുണ്ടാകും. ഇപ്പോൾ ഞാൻ നിൽക്കുന്നത് വി ഡി സതീശൻ താമസിക്കുന്ന സ്ഥലത്താണ്. ഇവിടെ പി കെ കുഞ്ഞാലിക്കുട്ടി അദ്ദേഹത്തെ കാണാനായി എത്തിയിരിക്കുന്നു. പി കെ കുഞ്ഞാലിക്കുട്ടി മാധ്യമങ്ങളോട് പ്രതികരിച്ചില്ല, ഒന്നും പറയാനില്ല, ഞാനൊന്ന് സംസാരിച്ചു വരട്ടെ എന്ന് മാത്രമാണ് പി കെ കുഞ്ഞാലിക്കുട്ടി നമ്മളോട് പറഞ്ഞിരിക്കുന്നത്. പി കെ കുഞ്ഞാലിക്കുട്ടിയും വി ഡി സതീശൻ തമ്മിലുള്ള കൂടിക്കാഴ്ച ഇവിടെ നടക്കുകയാണ്. അതുകൊണ്ട് തന്നെ ഈ രാഷ്ട്രീയ സ്ഥിതിവിശേഷത്തെ എങ്ങനെ മറികടക്കാം എന്നതിനെ പറ്റിയുള്ള ഗൌരവതരമായ ആലോചന കോൺഗ്രസിനകത്ത് യു ഡി എഫിനകത്ത് നടക്കുന്നുണ്ട്. അത് അൻവർ ഉയർത്തുന്ന സമ്മർദ്ദ രാഷ്ട്രീയം കൊണ്ട് അല്ല, മറിച്ച് നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിന്റെ നിർണായകമായ ഒരു സാഹചര്യം അത് കണക്കിലെടുത്തുള്ള ഇടപെടലാണ് യു ഡി എഫ് നേതൃത്വം, പ്രത്യേകിച്ചും ലീഗ് ജനറൽ സെക്രട്ടറിയും പ്രതിപക്ഷ ഉപനേതാവായ പി കെ കുഞ്ഞാലിക്കുട്ടി നടത്തുന്ന ഇടപെടൽ ലീഗ് ഏതെങ്കിലും സമ്മർദ്ദത്തിന് വഴങ്ങിയല്ല, മറിച്ച് ഈ തെരഞ്ഞെടുപ്പ് ഏറ്റവും നിർണായകമാണ്. 2026 നിയമസ്വാതന്ത്ര്യത്തിന് മുന്നോടിയായുള്ള ഒരു സെമി ഫൈനൽ എന്ന് വിശേഷിപ്പിക്കുന്ന തെരഞ്ഞെടുപ്പാണ്. അതുകൊണ്ടാണ് ഇത്തരമൊരു ഇടപെടൽ ലീഗിന്റെ ഭാഗത്തുനിന്നും അടക്കം ഉണ്ടാകുന്നത്. എന്തായാലും ലീഗിന്റെ അടക്കമുള്ള നേതാക്കൾ കാര്യത്തിൽ കോൺഗ്രസ് നേതാക്കളുമായി സംസാരിക്കുന്നുണ്ട്. ഒപ്പം തന്നെ മുൻ പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല, യു ഡി എഫ് കൺവീനർ അടൂർ പ്രകാശ് എല്ലാവരും ഇന്ന് നിലമ്പൂരിലുണ്ട്. ഇവരെല്ലാം വിവിധ പരിപാടികൾ പങ്കെടുക്കാനായി എത്തിയിരിക്കുന്നു. അപ്പോൾ അത്തരമൊരു കൂടിയാലോചന ഇതിനിടയ്ക്ക് നടക്കുന്നുണ്ട്. ആ കൂടിയാലോചനകളിലെ ഏറ്റവും നിർണായകമായ ചർച്ചയാണിപ്പോൾ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശനും പ്രതിപക്ഷ ഉപനേതാവ് പി കെ കുഞ്ഞാലിക്കുട്ടിയും തമ്മിൽ ഈ മുറിയിൽ നടക്കുന്നത്.